വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം താഴെ പാങ്ങോട്ട് പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഉറ്റവരെ കബറടക്കിയ പള്ളിയിലാണ് അദ്ദേഹം എത്തുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ഇന്നെത്തി ഭാര്യയെ സന്ദർശിച്ചു, ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന. അതിനുശേഷമാണിപ്പോൾ പള്ളിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിനൊപ്പം ആരൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ലക്ഷ്മി, ഇപ്പോഴാണ് അദ്ദേഹം ഈ ഉറ്റവരെ കബറടക്കിയ ആ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ വൈകാരികപരമായ ഒരു നിമിഷങ്ങളാണ് ഇവിടെ. കാരണം അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പള്ളിക്കകത്തേക്ക് കയറി വന്നത്. അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് പള്ളിയുടെ തൊട്ടടുത്താണ്. ആ കുടുംബ വീട്ടിലേക്ക് എത്തുമ്പോൾ സഹോദരി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ഒപ്പമുണ്ടായിരുന്നു. അവരും വളരെ ദുഃഖപരമായ അന്തരീക്ഷമായിരുന്നു. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. അതും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം ഈ ഉമ്മയെയും മകനെയും സഹോദരനെയും ഖബറടക്കിയ ഖബറിലേക്ക് പോവുകയാണ്. വളരെ വൈകാരികപരമാണ്. വിതുമ്പിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പള്ളിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടെ എത്തി കുടുംബ വീട്ടിലേക്ക് വന്നത്. കുടുംബത്തെ കണ്ടതിന് ശേഷം പള്ളിയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം വിദേശത്തു നിന്നും ഈ വിലക്കൊക്കെ മാറിയതിനു ശേഷം നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ആശുപത്രിയിലെത്തി ഭാര്യയെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ സങ്കടകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അഫാന്റെ പിതാവാണ് ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉറ്റവരെ കബറടക്കിയ പള്ളിയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. രാവിലെ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമിയെ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അബ്ദുൾ റഹീമിനെ ഷെമി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അബ്ദുൾ റഹീം എന്ന് പറയുന്ന മനുഷ്യന് ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏൽക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങിയാണ് വന്നു നിൽക്കുന്നത്. അദ്ദേഹം നാട്ടിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ അത് ഇങ്ങനെ ഒരു അവസരത്തിൽ, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആയിപ്പോയി എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടു നിൽക്കാൻ സങ്കടകരമാണ്. ചന്തു ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ചന്തു, ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഏറെക്കാലമായി നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിന്ന, അവിടെ നിയമക്കുരുക്കിൽ പെട്ടുകിടന്ന ആളാണ്. അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഉറ്റവരെ ആരും തന്നെ കാണാനില്ലാത്ത ഒരു അവസ്ഥ. ഭാര്യ ഒഴിച്ച് മറ്റാരെയും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അതും ഭാര്യയും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. സ്വന്തം മകൻ്റെ കൈകൊണ്ട് അത്തരത്തിൽ ഒരു ക്രൂരകൃത്യത്തിന് വിധേയയായി കിടക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഒരു ദുരന്തം വരാനില്ല എന്ന് തന്നെ പറയാമല്ലേ? ചന്തു, തീർച്ചയായിട്ടും ലക്ഷ്മി, അത്തരത്തിലാണ് അദ്ദേഹം വിതുമ്പിക്കൊണ്ടാണ് പള്ളിക്കകത്തേക്ക് കയറിയത്. ഇപ്പോൾ ഈ ഖബറുകളിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഖബറുകളിൽ മുട്ടുകുത്തി അവിടെ നിസ്കരിക്കുന്നുണ്ട് അദ്ദേഹം. രാവിലെ എത്തുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. 2 ദിവസത്തോളമായി ഭക്ഷണം നേരെ കഴിക്കുന്നില്ല. മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം രാവിലെ തന്നെ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. അദ്ദേഹത്തിൻ്റെ ബന്ധു വന്ന് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം വളരെ തകർന്നിരിക്കുന്നു മാനസികമായി. അദ്ദേഹത്തെ ഈ ഒരു ദിവസം അദ്ദേഹത്തോട് പ്രതികരണമോ മറ്റോ ഒന്നും തേടാൻ ശ്രമിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ ബന്ധുവാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തി ഭാര്യ ഷെമിയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വിശദീകരിച്ചത്. അദ്ദേഹത്തെ ഭാര്യ തിരിച്ചറിഞ്ഞു, മകനെക്കുറിച്ച് ചോദിച്ചു. മകനെ ബന്ധു വീട്ടിൽ ആക്കിയിരിക്കുകയാണ് എന്നാണ് ഭാര്യയോട് ഇന്ന് രാവിലെയും അറിയിച്ചത്. അതായത് ഈ ക്രൂര കൊലപാതകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഷെമി അറിഞ്ഞിട്ടില്ല. അവർ കട്ടിലിൽ നിന്നും താഴേക്ക് വീണു, തലയടിച്ചു വീണു, അങ്ങനെ പരിക്ക് പറ്റിയതാണ് എന്നാണ് പോലീസിനും മൊഴി നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ബന്ധുവിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നും ഈ കുടുംബ വീട്ടിലേക്ക് എത്തി. കുടുംബ വീട്ടിൽ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ വൈകാരികപരമാണ് ലക്ഷ്മി. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഖബറുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. തൻ്റെ ഇളയ മകനെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തി കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഉമ്മ ഇങ്ങനെ, സഹോദരൻ, ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഈ ഖബറിടങ്ങളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികപരമായാണ് അദ്ദേഹം ഇപ്പോൾ ആ ഖബറുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ലക്ഷ്മി.
അത്യന്തം വൈകാരികമായ മുഹൂർത്തങ്ങളാണ്. അബ്ദുൾ റഹീം നേരത്തെ ഷെമിയെ കണ്ടിരുന്നു, അഫാന്റെ മാതാവിനെ കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടിരുന്നു. അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു? ഷെമി എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ ചന്തു? ലക്ഷ്മി അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഷെമി അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഭാര്യയുള്ളത്. അവരുടെ താടിയല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായി അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അവ്യക്തതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഈ അബ്ദുൾ റഹീമിനെ ഭാര്യ തിരിച്ചറിഞ്ഞു. അതിനുശേഷം പ്രധാനമായും ഈ ഇളയ മകനെക്കുറിച്ചാണ് വീണ്ടും ചോദിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. കാരണം ഈ മരണ വിവരങ്ങളോ ഈ കൊലപാതകത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും ഷെമിയെ അറിയിച്ചിട്ടില്ല ഇതുവരെ എന്നാണ് ബന്ധു ഇന്നും നമ്മോട് പ്രതികരിച്ചത്. അതിനുശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും കാര്യങ്ങൾ കൂടുതലായി അറിയിച്ചിട്ടില്ല. അവരെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല സ്വാഭാവികമായും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചായിരിക്കും അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും പോലീസ് മൊഴി രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കാര്യങ്ങളൊന്നും അബ്ദുൾ റഹീമുമായി പങ്കുവയ്ക്കാൻ സാധ്യതയില്ല. അത്തരത്തിൽ ഒരു കാര്യങ്ങളും പറഞ്ഞതായി കൂടെ ഉണ്ടായിരുന്ന അബ്ദുൾ റഹീമിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുക? അദ്ദേഹം കുടുംബ വീട്ടിൽ എത്തിയ എപ്പോഴായിരിക്കും പോലീസ് മൊഴിയെടുക്കുക? ലക്ഷ്മി, ഉടൻ തന്നെ അബ്ദുൾ റഹീമിൽ നിന്നും പോലീസ് മൊഴി എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ പ്രധാനമായും ഈ പ്രതി പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അബ്ദുൾ റഹീമിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹത്തിന് വേണ്ടി തുക കൈപ്പറ്റിയിട്ടുണ്ടോ, തുക കൈപ്പറ്റി അയച്ചു നൽകിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത ഇത്രമേൽ ഉണ്ടായതിന്റെ സാഹചര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട്. അബ്ദുൾ റഹീമിന്റെ മൊഴി പോലീസിന് എടുക്കേണ്ടതുണ്ട്. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം താഴെപ്പാങ്ങോട് പള്ളിയിൽ എത്തി, ഉറ്റവരെ കബറടക്കിയ പള്ളിയിലെത്തി അവിടെ ആ കബറിടങ്ങൾ സന്ദർശിക്കുക എന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്യന്തം ദുഃഖഭരിതമായ കാഴ്ച, ഒരാൾക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്ര വലിയ ദുഃഖമാണ് അത്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.